മഹിളാ അസോസിയേഷൻ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴയിൽ നടന്ന മാർച്ചും ധർണയും മഹിളാ അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പുഷ്പലത മധു ഉദ്ഘാടനം ചെയ്തു. വിലക്കയറ്റത്തിനും സ്വകാര്യവൽക്കരണത്തിനും തൊഴിലില്ലായ്മയ്ക്കുമൊപ്പം തന്നെ സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചുവരുന്ന അതിക്രമണക്കുമെതിരെയാണ് ശക്തമായ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇതിന്റെ ഭാഗമായാണ് ജില്ലാടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ആലപ്പുഴ NGO യൂണിയൻ ഓഫീസിന് മുന്നിൽ നിന്നാണ് പ്രകടനം ആരംഭിച്ചത്. ജില്ലാ പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ നടന്ന സമരം മഹിളാ അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പുഷ്പലത മധു ഉദ്ഘാടനം ചെയ്തു. മഹിളാ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ലീല അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രഭ മധു സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുശീല മണി, KK ജയമ്മ, സന്ധ്യ രമേശ്, ജുമലേത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. നികൃഷ്ടപരമായിട്ടുള്ള രീതിയിൽ ഇന്ത്യയുടെ ഒരു ഭാഗമാണ് കേരളം എന്നുള്ളത് പോലും കാണാത്ത തരത്തിലുള്ള ഇടപെടലുമായി RSS നേതൃത്വം കൊടുക്കുന്ന BJP സർക്കാർ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. നമുക്കറിയാം, വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യർ, കാരണം നമുക്കറിയാം 500-ൽ പരം ആളുകൾ മരിക്കുന്ന സ്ഥിതി ഉണ്ടായി. വീടും കുടുംബവും എല്ലാം നഷ്ടപ്പെട്ട പാവപ്പെട്ട ജനങ്ങൾക്ക് അവിടെ അടിസ്ഥാന സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2200 കോടി രൂപ മാത്രമാണ് നമ്മുടെ കേരള സർക്കാർ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ സമയത്ത് ദുരന്തം സംഭവിച്ച സമയത്ത് പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കുകയും അവിടുത്തെ കൊച്ചു കുട്ടികളെ ഉൾപ്പെടെ മടിയിലെടുത്ത് വെച്ച് ലാളിക്കുകയും ചെയ്യുന്ന സ്ഥിതി കണ്ടപ്പോൾ നമ്മളൊക്കെ വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിയത്. തീർച്ചയായിട്ടും വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു തുക വാഗ്ദാനം ചെയ്യുവാനായിട്ടായിരിക്കാം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ടുള്ളത് എന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മൾ കാത്തിരുന്നത്. പക്ഷേ ഇന്ന് 3 മാസക്കാലം പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടും അതിനാവശ്യമായിട്ടുള്ള കണക്കുകൾ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളിൽ കൂടി തെറ്റിദ്ധാരണ നടത്തിക്കൊണ്ട് ജനങ്ങളെ ആകമാനം തെറ്റിദ്ധാരണ രീതിയിലേക്ക് നയിപ്പിക്കുന്ന രീതിയിലേക്ക് RSS നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദി സർക്കാർ പോകുമ്പോൾ നമ്മൾ കാണേണ്ടത് ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇതിനെല്ലാം വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, പ്രത്യേകിച്ച് സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുത്തുകൊണ്ട് പോകുന്ന സർക്കാർ എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത്, 29 സംസ്ഥാനങ്ങളെ പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് 135 കോടി ജനങ്ങൾ അധിവസിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമായി മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി എല്ലാ രീതിയിലുമുള്ള സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്കുൾപ്പെടെ നേതൃത്വം കൊടുത്തുകൊണ്ട് പോകുന്ന ഒരു സർക്കാരായി നമ്മുടെ കേരള സംസ്ഥാനം മാറുമ്പോൾ നമുക്കെതിരെ അതിശക്തമായിട്ടുള്ള ഒരു ചിറ്റമ്മ നയം സ്വീകരിച്ചു കൊണ്ടുപോകുന്ന സർക്കാരായി രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ മാറുന്നു എന്നുള്ളത്